السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وسندنا ونبينا ومولانا محمد عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاكرين من الشاهدين. والحمد لله رب العالمين. الله പേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത പേതാമ്പർ ആലം ഓടയവൻ ഏകൈ അരുളാലേ ആയ മുഹമ്മദ് വക്കീല ആനോവൻ എല്ലാ കീലയിലോ ബങ്കീല ആയോവൻ എല്ലാ ദിശയിലും മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളവർ സയ്യിദവർദായും ബാബായും ആനോവർ ബിൽഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോലെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടി സാക്ഷി വഹിക്കാൻ നമുക്ക് സാധിച്ചു. അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ മുഅ്മിനായി മരണപ്പെടുക എന്നുള്ളത്.
അതിൽ തന്നെയും ആ മരണത്തിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം നൽകുക ഷഹാദത്തിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്നുള്ളതാണ്. എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെടും. കുല്ലു മൻ അലൈഹാ ഫാൻ. റബ്ബിന്റെ ഏകനായ അല്ലാഹു അല്ലാതെ എല്ലാവരും ഈ ലോകത്ത് നിന്ന് നശിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതായ ഒരു ദിവസം വരാനും ആ മാറ്റപ്പെടുന്ന ദിവസത്തിൽ ആ മരണപ്പെട്ടുകൊണ്ട് നമ്മുടെ റൂഹിനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ റൂഹ് ഒരു രക്തസാക്ഷിയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ലോകത്ത്. അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുടെ ജീവിതമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണ നാം കേൾക്കാറുള്ള ചരിത്രങ്ങള് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഖത്താബിന്റെ മകനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് സുബഹി നമസ്കാരത്തിനു വേണ്ടി സ്വഹാബാക്കളുടെ മുന്നിൽ സുബഹി നമസ്കാരത്തിനു വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്റെ പുറകിൽ നിന്ന് ഇരുതല മൂർച്ചയുള്ള വലിയ ഒരു കൊടുവാട് കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറകിൽ നിന്ന് കുത്തി അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് മഹാനവറുകൾ തന്റെ സഹാബി ശല്യങ്ങളോട്, തന്റെ സഹാബി കൂട്ടുകാരോട് ചോദിക്കുന്നതായ ഒരു സന്ദർഭമുണ്ട്. എന്നെ പുറകിൽ നിന്ന് കുത്തിയത് അല്ലാഹു എന്ന് പറയുന്ന ആ ഒരു ഷഹാദത്തിനെ അംഗീകരിക്കുന്നവനാണോ എന്ന് ചോദിക്കുമ്പോൾ സഹാബിമാർ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന മറുപടി അല്ല, അബൂ ലുബലുൽ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനാണ് താങ്കളെ കുത്തിയതെന്ന് പറയുമ്പോൾ ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്ന് പറയുന്ന ഒരാളെന്നെ വധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ ആഗ്രഹിച്ചത് അങ്ങനെയുള്ള ഒരു മരണമായിരുന്നു. രക്തസാക്ഷിത്വത്തോടുകൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുക. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കളെല്ലാം വരുന്നതായ സന്ദർഭം, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറയുകയാ, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗർ ഇലൽ ജിഹാദിൽ അക്ബർ. സ്വഹാബത്തെ, നമ്മളെല്ലാം ചെറിയ ജിഹാദ് കഴിഞ്ഞ് വലിയ ഒരു ജിഹാദിനേക്കാണ് നമ്മളെല്ലാവരും എത്തുന്നത്. സഹാബത്തിന്റെ മുന്നിൽ പറയുകയാ, യുദ്ധമെല്ലാം കഴിഞ്ഞ് അതാ സഹാബാക്കൾ മദീനയിലേക്ക് എത്തുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നാമെല്ലാം ഒരു ചെറിയ പോരാട്ടം കഴിഞ്ഞ് വലിയ പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാ. സഹാബത്തെ വലിയ അത്ഭുതമായി പോയി. കാരണമെന്തേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിന് പോയി ഷഹീദായി മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്നറിയുമോ? അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ദ അവ്വല ഖത്രത്തും മിൻ ദമിഹി യഗ്ഫറു അൻഹു കുല്ല ഖതീആ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി അവിടെ ഷഹീദാകുന്ന ആളുണ്ടല്ലോ, അയാളുടെ രക്തമെങ്ങാൻ ഈ ഭൂമിയിൽ, ഈ
ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാ. ശഹീദിന്റെ കൂലി ആറ് കൂലികളാണ്, 6 എണ്ണമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണി പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ വയറാ മഖഅദഹു ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സീറ്റ് ഉറപ്പാക്കുന്നതാ. സ്വർഗ്ഗത്തിൽ അവന്റെ സ്ഥാനം അല്ലാഹു ഉറപ്പിക്കുന്നതാ. മൂന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു വയസൂലു മിനൽ ഹൂറുൽ ഐൻ, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല നല്ല ഹൂറുൽ ഐനുകളെ നൽകുന്നതാണ്, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ നൽകുന്നതാണ്. അവർക്ക് അല്ലാഹു വിവാഹം ചെയ്തു കൊടുക്കുന്നതാ. അതൊക്കെ ഈ ലോകത്ത് വെച്ച് അവർക്ക് ഓഫർ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല ഖിയാമത്തിന്റെ ഭയാനകരമായ അവസ്ഥയെപ്പെട്ട് അല്ലാഹു തആല അവരെ കാക്കുന്നതാ. ഖബറിന്റെ ശിക്ഷകളെ തൊട്ടും അല്ലാഹു തആല ശഹീദുകളെ കാത്തിരക്ഷിക്കുന്നതാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഈമാനിന്റെ മാധുര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രുചിപ്പിക്കുന്നതാ. ഈ 6 സൗഭാഗ്യങ്ങൾ ഓഫർ ചെയ്ത് അത് അംഗീകരിച്ചുകൊണ്ട് പോയ സ്വഹാബത്തിന്റെ മുന്നിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബരി. പ്രവാചകൻ പറയുന്ന സ്വഹാബത്തെ വലിയ ദൗത്യത്തിൽ നിന്ന് ചെറിയ ദൗത്യത്തിൽ നിന്ന് വലിയ ദൗത്യത്തിലേക്ക് നമ്മൾ കാലെടുത്തു വച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞു വന്നത് ഒരു ചെറിയ ദൗത്യമാണ്, ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ളത് ഒരു വലിയ ദൗത്യമാണ്. എന്താണ് ആ ദൗത്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എന്റെ പ്രിയമുള്ള സഹാബത്തെ നിങ്ങളൊന്ന് കേൾക്കണേ, നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത് ഒരു വലിയ ദൗത്യത്തിലേക്കാണ്. എന്താ ദൗത്യമെന്നറിയുമോ? ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ്. നിങ്ങളിപ്പോ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു അല്ലാഹുവിന്റെ തൃപ്തിയൊക്കെ സമ്പാദിച്ച് മടങ്ങി വന്നവരാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ ദൗത്യത്തിലേക്ക് കാലെടുത്തു വെക്കുകയാ. ഏതാ ദൗത്യമെന്നറിയുമോ? ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്. അത് വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ദൗത്യമില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി എല്ലാവരുടെയും കടമയിൽപ്പെട്ടതല്ല. അതിലെ ചെറിയ മക്കൾ ഒഴിവാണ്, സ്ത്രീകൾ ഒഴിവാണ്, വയസ്സായ ആളുകൾ ഒഴിവാണ്, തീരെ ചെറുപ്പമുള്ളവരെല്ലാം ഒഴിവാണ്. പക്ഷേ ജിഹാദുൻ നഫ്സുണ്ടല്ലോ, അത് എല്ലാവർക്കും ഫർളായ കാര്യമാണ്. സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുക, സ്വന്തം ശരീരയിച്ഛയോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വലിയ ബാധ്യതയാ. അതിലെ ചെറിയ മക്കൾ ഒഴിവില്ല, ഇതിലെ സ്ത്രീകൾ ഒഴിവില്ല, വയസ്സായ ആളുകൾ ഒഴിവില്ല, ചെറുപ്പക്കാരൊഴിവില്ല, യുവാക്കൾ ഒഴിവില്ല. എല്ലാവരുടെ പേര് നിർബന്ധമായ കാര്യമാണ് ജിഹാദുൻ നഫ്സ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കാണ് കാലെടുത്തു വെക്കുന്നത്. ഇത് നിങ്ങളുടെ മുമ്പിലുള്ളത് വലിയ ജിഹാദാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറയുന്നു, ഇങ്ങനെ വലിയ ജിഹാദ് നടത്തി അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങൾ കൈവരിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും. ഔലിയാക്കൾ എന്ന് പറഞ്ഞാല് ഇങ്ങനെ വലിയ ജിഹാദ് നടത്തി അവരാരും യുദ്ധത്തിന് പോയി ഷഹീദായി അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ കൈവരിച്ചവരല്ല. അവർ ജിഹാദുൻ നഫ്സ് എന്ന് പറയുന്ന വലിയ ജിഹാദിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വമൻ അവല്ല മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്.
അല്ലാഹുവിന്റെ ഹിദായത്തിനെ തൊട്ട് വഴിപിഴച്ചവനെ പോലെ ഈ ലോകത്ത് ആരാണ്? മറ്റു വഴിപിഴച്ചവൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ വഴികൾ, അള്ളാഹുവിനെ വഴിപ്പെടാതെ സ്വന്തം ശരീരം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായ ആളുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ ആളുകളുണ്ടല്ലോ, അവർ സ്വന്തം ശരീരത്തിന്റെ സ്വന്തം ഹവയെ തൊട്ട്, സ്വന്തം ശരീര ഇച്ഛയെ തൊട്ട് ഒഴിവായി നിൽക്കുന്നവരാ. അവർക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എന്താണെന്നറിയുമോ? വഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ നല്ലൊരു പാർപ്പിടം നൽകുന്നതാ. അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടവരാ. നമ്മുടെ ശരീരം നമ്മളോട് പലതും പറയോ, നമ്മുടെ ശരീരം നമ്മളോട് പല കാര്യങ്ങളും ആജ്ഞാപിക്കോ. പക്ഷെ അതിനോടെല്ലാം വിട പറഞ്ഞു, അതിനോടെല്ലാം സലാം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സുന്ദരമായ സ്വർഗ്ഗം നൽകുന്നത്. അതുകൊണ്ടാണ് മഹാനായ ബുദ്ധുരി ഇമാം തന്റെ ഭൂമിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്, വഖാലിഫുൻ നഫ്സ വശൈത്താന വഅദിനഹാ വഇൻഹുമാ മഅല്ലാഹ നുസ്ഹാ വസ്തഹിമി വലാ തുതിഅ മിൻഹുമാ ഹജബൻ വലാ ഹക്മാ ഫഅൻത തഅരിഫു ഖൈദൽ ഖസ്മി വൽ ഹകമി. മഹാനായ ബുദ്ധുരി ഇമാം നമുക്ക് പറഞ്ഞു തരികയാ, ശൈത്താൻ എന്ന് പറഞ്ഞാൽ വഖാലിഫുൻ നഫ്സ വശൈത്താന വഅസിബുഹാ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശൈത്താനും ശരീരവും നമ്മുടെ ശത്രുക്കളാണ്. ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. അതിന്റെ കൂടെ നമ്മുടെ ശരീരം കൂടെ ചേരുമ്പോൾ ശരീരവും അതിന്റേതായ പക്വതയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുള്ളൂ. നമ്മുടെ ബുദ്ധിയാണെങ്കിലോ എപ്പോഴും നന്മയുടെ ഭാഗത്തിലൂടെ ചിന്തിക്കുന്നതാണ്. ആനായ ബുദ്ധിയോ പറയാണ്, നമ്മുടെ ബുദ്ധി നല്ല രൂപത്തിൽ ചിന്തിച്ച് നല്ലത് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ശരീരം അത് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ശൈത്താനും കൂടി ചേർന്നാൽ അവർ തമ്മിൽ തർക്കത്തിലായി. ആ തർക്കത്തിൽ നമ്മുടെ ബുദ്ധി അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം മഹാകഷ്ടമാണ്. അതുകൊണ്ടാണ് മഹാനായ ബുദ്ധി മാമു പറഞ്ഞത്, വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹിക്മാ വഅൻത തഅരിഫു ഖൈദൽ ഖസ്മി വൽ ഹകമി. ഒരുപക്ഷേ ശൈത്താൻ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചേക്കാം. നിങ്ങൾ അടുക്കൽ കൊണ്ടുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അവൻ പറഞ്ഞു തന്നേക്കാം. നല്ല നല്ല കാര്യങ്ങളായിരിക്കും ശൈത്താൻ പറയാം. അത് ചെയ്യും, അങ്ങനെ നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ലല്ലോ. നമസ്കാരത്തിലേക്ക് വരുമ്പോ ശൈത്താൻ പറയും, അല്പനേരം കിടന്നോ, എന്നിട്ടൊന്ന് എഴുന്നേറ്റ് പോയി നിസ്കരിക്കാം നമുക്ക്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിനൊക്കെ നല്ലൊരു സുഖം കിട്ടുമല്ലോ. ആരെയും ശരിയാണ്, കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം. പക്ഷേ ആ ദിവസം നമ്മുടെ നിസ്കാരം പോകും. എന്തും അങ്ങനെയാണ്. സ്വലത്ത ചെയ്യാൻ സക്കാത്ത് കൊടുക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടാവും. പക്ഷെ ചെയ്യാത്തതിന്റെ കാരണം എന്താ? നമുക്ക് നല്ല ചിന്ത ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കും. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക, അടുത്ത ആഴ്ചയും കൂടെ ആയാൽ കുറച്ചും കൂടി പൈസ വരുമല്ലോ, അപ്പൊ നമുക്ക് കൊടുക്കാം എന്ന് വിചാരിക്കും. പക്ഷെ കൊടുക്കില്ല. അത് ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്. നല്ല രൂപത്തിലും ചീത്ത രൂപത്തിലും ശൈത്താൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാർഗത്തിലേക്ക് നമ്മളെ വഴിതിരിച്ചുവിടും. നന്മ പറഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ കൂടി നമ്മളെ വഴിപഴിപ്പിക്കാൻ കഴിവുള്ളവനാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസ്, ശൈത്താൻ എന്ന് പറഞ്ഞവൻ. അവന്റെ കെണിയിൽ പെട്ടുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് കൃത്യമായ വഴിയുണ്ടായിരുന്നു, കൃത്യമായ ഒരു മാർഗനിർദ്ദേശമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവർക്ക് കാണിച്ചു കൊടുത്തത്, ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ പറഞ്ഞു കൊടുത്തത് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ജീവിത വിജയം. ഈ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ പല മഹാന്മാരും പല രൂപങ്ങളും പല വഴികളുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചില ആളുകൾ ഒറ്റപ്പെട്ട ഏകാന്തമായ ജീവിതം നയിച്ചവരുണ്ട്. ചില ആളുകൾ എല്ലാം ഒഴിവാക്കി യാത്ര പോയവരുണ്ട്. ചില ആളുകൾ വലിയ വനവാസം പോലെയുള്ള വലിയ വലിയ ഒറ്റപ്പെടലുകളും നടത്തിയവരുണ്ട്. ഈ ശൈത്താനിന്റെ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ ഏതാനും മാസങ്ങൾ മുമ്പ് ഹിറാ എന്ന് പറയുന്ന ഗുഹയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ ധ്യാനിച്ചിരുന്നു. ഏകാന്തതയ്ക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആളുകളും അങ്ങനെയാണ്. ഈ പിടിയിൽ നിന്ന് ശൈത്താന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് മഹാന്മാര് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പല പല വലിയ വലിയ മലയുടെ മുകളിലും പാറയുടെ മുകളിലൊക്കെ വലിയ വലിയ മഹാന്മാരുടെ കബറുകളിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ അവിടെ പോയി ഈ ലോകത്തെ വെടിഞ്ഞുകൊണ്ട്, ഈ ലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് ഏകാന്തമായി എന്നതുകൊണ്ടാണ് പല മഹാരഥന്മാരായ ആളുകളും അല്ലാഹുവിന്റെ വലിയ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിയത്. എന്നാൽ ഈ പദവിയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതം എന്നുള്ളത്. മഹാനായ ജീലാനി തങ്ങളുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിതം ഈ ഔലിയാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പാഠമാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു വലിയ ജീവിതം നമ്മുടെ മുമ്പിൽ ജീവിച്ചു തീർന്ന മഹാരഥന്മാരായ ഔലിയാക്കളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവാണ് ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല എന്നുള്ളത്. മഹാനവർ വലിയ കോടീശ്വരനായിരുന്നു. ഭയങ്കരമായ കൊട്ടാരത്തിൽ താമസിച്ച ഒരാളായിരുന്നു. ഒരിക്കൽ മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ കാണുന്നതിനു വേണ്ടി വേറെ ഒരു ശൈഖിന്റെ മുരീദ് മഹാനവറുകളെ കാണുന്നതിനു വേണ്ടി ജീലാനി എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇന്നയാളെ അന്വേഷിച്ചപ്പോൾ അവര് കാണുന്നത് വലിയ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ പാറാവുകാരന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഈ മുരീദ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ശൈഖ് ജീലാനി തങ്ങളെ കാണണം. അവിടെ ആ പാറാവുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടന്നുപോയിക്കൊള്ളുക. അകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ കാണാൻ സാധിക്കും. അത്ഭുതത്തോടുകൂടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന വലിയ ഔലിയാക്കളുടെ ചിന്തകൾ അവരെല്ലാം ഒറ്റപ്പെട്ടവരാണ്, ഭയങ്കര മോശമായ വസ്ത്രം ധരിച്ചവരാണ്, മോശമായ രൂപത്തിൽ നടക്കുന്നവരാണ് എന്നെല്ലാം ആ ചിന്തയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ കാണുവാൻ വേണ്ടി ഈ മുരീദ് നടന്നിങ്ങനെ പോയി മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തിരുമുന്നിൽ എത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എന്റെ വലിയ നിങ്ങളോട് ഒരു സലാം പറഞ്ഞിട്ടുണ്ട്, അത് പറയുന്നതിന് വേണ്ടി ഞാൻ വന്നതാണ്. ആ സമയത്ത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുകൾ താൻ കുതിച്ചിരുന്ന തന്റെ വില കൂടിയ പുതപ്പെടുത്തുകൊണ്ട് ഈ മുരീദിന്റെ കയ്യിൽ കുമർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് അങ്ങാടിയിൽ പോയിക്കൊള്ളുക. അവിടെ നിന്നൊന്നും പറഞ്ഞില്ല, ഈ പുതപ്പ് മാത്രം കയ്യിൽ കൊടുത്തുവിട്ടു. അവിടുന്ന് ആ മുരീദ് അങ്ങാടിയിൽ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ തുക നൽകിക്കൊണ്ട് ആ പുതപ്പ് വാങ്ങുകയാണ്. അവിടുന്ന് ആ വിറ്റ പൈസയുമായി മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിലെത്തിയപ്പോൾ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അതേ പുതപ്പ് ധരിച്ച് പിന്നെയും നിൽക്കുകയാണ്. അവിടുന്ന് രണ്ടാമതും ആ പുതപ്പ് കൊടുത്തുവിട്ടു. ആ മുരീദ് രണ്ടാമത് അങ്ങാടിയിൽ പോയി ആ പുതപ്പ് വിറ്റ് ഈ ശൈഖിന്റെ അരികിലേക്ക് വന്നപ്പോൾ വീണ്ടും മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ പുതപ്പ് തന്നെ കൊടുത്തിരിക്കുകയാണ്. മൂന്നാമത്തെ വട്ടവും തന്റെ മുരീദിന്റെ കയ്യിൽ പുതപ്പ് കൊടുത്തു വിട്ടിട്ട് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി കാത്തിരിക്കുകയാണ്. ആ മുരീദ പുതപ്പ് വെച്ചിട്ട് മഹാനായ ശൈഖിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ മൂന്നാമത് ഈ പുതപ്പ് കുറിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആ മുരീദ് മഹാനായ ശൈഖ് ജീലാനി തങ്ങളോട് ചോദിക്കുകയാണ്,
പ്രാവശ്യവും ഞാൻ ഈ പുതപ്പ് അങ്ങാടിയിൽ പോയി വിറ്റതാണല്ലോ, പിന്നെങ്ങനെയാണ് ഈ പുതപ്പ് നിങ്ങളുടെ കൈകളിൽ എത്തിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ജീലാനി തങ്ങൾ പറയുന്ന മറുപടിയുണ്ട്, പോലെ നമ്മൾ ദുനിയാവിന്റെ പുറകെ പോകേണ്ടവരല്ല, ദുനിയാവിന്റെ പുറകെ നമ്മൾ പോകേണ്ടവരല്ല, ദുനിയാവ് നമ്മുടെ പുറകെയാണ് വരുന്നത് എന്ന് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാ, നിങ്ങൾ 3 പ്രാവശ്യവും നിങ്ങളാ പുറപ്പെടുവിച്ചത് എന്റെ ഏറ്റവും വലിയ സമ്പന്നനായ എന്റെ മുരീദിന്റെ കയ്യിലാണ്. ആ മുരീദാണ് എന്റെ കയ്യിൽ പുറത്തുകൊടുന്ന് തരുന്നത്. ഞാൻ ആരുടെയും പുറകെ പോയതല്ല, സമ്പത്ത് എന്റെ പുറകെ വന്നതാണ്. ശൈഖ് ജീലാനി തങ്ങൾ പറയാം, വലിയ സമ്പന്നനായിരുന്നു, പക്ഷേ സമ്പത്തിന്റെ പുറകെ പോയിട്ടില്ല. ഒരിക്കൽ ശിഷ്യന്മാർക്ക് ക്ലാസ്സെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പെട്ടെന്ന് തന്റെ ശൈഖിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ തങ്ങളെ, നമ്മുടെ കപ്പലുണ്ടല്ലോ അപകടത്തിൽ പെട്ടുപോയി. കച്ചവട ചരക്കുമായി വന്ന കപ്പല് വല്ലാതെ അപകടത്തിൽ പെട്ടുപോയി. നമ്മുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നമുക്ക് നഷ്ടമായി. ഉടനെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുകയാ, അൽഹംദുലില്ലാഹ്. ശിഷ്യൻ അവിടുന്ന് പോയി. രണ്ടാമത് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ശൈഖിന്റെ അടുക്കിലേക്ക് അതേ ശിഷ്യൻ തന്നെ കടന്നു വന്നുകൊണ്ട് പറയുകയാ, ശൈഖ് ജീലാനി തങ്ങളെ, ആ നഷ്ടപ്പെട്ടു പോയ കപ്പല് അത് നമ്മളുടേതല്ല, അത് മറ്റാരുടെയാണെന്ന് പറഞ്ഞപ്പോ അപ്പോഴും മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് മറുപടി പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, നഷ്ടപ്പെട്ടപ്പോഴും തിരിച്ചു കിട്ടിയപ്പോഴും നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്നാണല്ലോ പറഞ്ഞത്, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുകൊണ്ട് കപ്പൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ സമ്പത്ത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ എന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി. പക്ഷെ എന്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായില്ല. അല്ലാഹ് തന്ന സമ്പത്താണ്, അല്ലാഹ് തന്ന നിഅമത്താണ്, അത് അല്ലാഹു തന്നെ തിരിച്ചെടുത്തല്ലോ എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു എന്ന് മഹാനവറുകൾ പറയുകയാ. രണ്ടാമത് നിങ്ങൾ എന്റെ അടുക്കൽ ഒന്ന് പറഞ്ഞപ്പോൾ എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ അപ്പോഴും എന്റെ മനസ്സിൽ ഒരു സന്തോഷവും ഇല്ല എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാ. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള ആഗ്രഹം അപ്പോഴും ഇല്ല. ലക്ഷക്കണക്കിന് വരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും യാതൊരു പ്രശ്നവുമില്ല. എല്ലാം അല്ലാഹുവിന്റെ ഖദർ. അത് തിരിച്ചു തന്നപ്പോഴും അതും അല്ലാഹുവിന്റെ ഖദർ. സമ്പത്തിന്റെ പുറകെ പോകുന്ന ഒരു സ്വഭാവം അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കില്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മനസ്സിൽ സമ്പത്തിക്ക് ഏറ്റവും വലിയ സ്നേഹം കടന്നു വരുമ്പോൾ നിങ്ങളുടെ പരാജയം നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. സമ്പത്ത് മനസ്സിലേക്ക് കയറി കൂടിയാൽ അത് ഏറ്റവും വലിയ പരാജയമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കില്ലാത്തതായിരുന്നു. അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ അവരുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് സമ്പത്ത് കയറിയിട്ടില്ല. സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ എല്ലാവരും ബേജാറാകുന്നത്. ഏറ്റവും പ്രയാസമാകുന്നത് അപ്പോഴല്ലേ. ഒരു അസുഖം വരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷമാണ് നമുക്ക് പൈസ വാങ്ങാൻ. അസുഖം വന്ന ഭേദാവിനേക്കാൾ ഏറ്റവും കൂടുതൽ വിഷമം ആശുപത്രിയിൽ 1 ലക്ഷം രൂപ മുടക്കാക്കിയില്ല, അങ്ങനെ പറയണം നമ്മൾ. ഒരാളെങ്ങാനും ചികിത്സ നടത്തി മരണപ്പെട്ടു പോയാൽ നമ്മൾ പറഞ്ഞാ 10 ലക്ഷം രൂപ മുടക്കി ആളെ ചികിത്സിച്ചില്ലോ എന്ന് പറയണേ. അപ്പോൾ പൈസയുടെ കണക്കാ നമുക്ക് കയറി വരുന്നത്. സമ്പത്ത് അത് വലിയ പ്രശ്നമാണ്. അത് മനുഷ്യനെ നശിപ്പിക്കും. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിക്കോട്ടെ,
ആ സമ്പത്ത് വെച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോട്ടെ, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഹൃദയത്തിലേക്ക് സമ്പത്ത് കയറി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അതവന്റെ പരാജയമാണ്. വൽ മാലു വൽ ബനൂൻ ഹയാത്തു ദീനത്തുൽ ഹയാത്തു ദുനിയ, അത് ഈ ദുനിയാവിന്റെ ഒരു പളവളപ്പ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് വലിയ പരാജയം നേരിടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, അല്ലാഹുവിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും എനിക്ക് ഏറ്റവും നല്ല ആളാകണമെങ്കിൽ ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി, ഇസ്ഹദു ഫിദ് ദുനിയ യുഹിബ്ബുകല്ലാഹ്, നിങ്ങൾ ദുനിയാവിനെ ഒഴിവാക്ക്, അല്ലാഹുവിനെ പ്രിയം വെക്ക്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ ആണ്ടാണ്, ആ മാസമാണ്. ഏറ്റവും വലിയ സന്ദേശം എന്ന നിലയ്ക്ക് ഈ ജീലാനി ദിനത്തിൽ ഏറ്റവും വലിയ സന്ദേശം എന്ന നിലയ്ക്ക് മഹാനവറുടെ ജീവൻ നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. ദുനിയാവിനെ ഒഴിവാക്ക്, അല്ലാഹുവിനെ സ്നേഹിക്ക്, അല്ലാഹുവിലേക്ക് അർപ്പിക്ക്. ദുനിയാവ് നിങ്ങളുടെ പുറകെ വരും, ദുനിയാവ് നിങ്ങളുടെ പുറകെ വരും. ഓരോ ആളുകൾക്കും അർഹതപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തരുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആർക്കെങ്കിലും അല്ലാഹു തആല വലിയ സമ്പത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പരീക്ഷണമായിരിക്കും. നമ്മുടെ കണ്ണിൽ ഒരുപക്ഷെ അവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാകാം, വലിയ കോടീശ്വരന്മാരായിരിക്കാം എന്ന് പറഞ്ഞ പൈസ ഉള്ളവരൊക്കെ മോശമാണെന്നല്ലാണ്ട് പറയണേ. പക്ഷെ നമ്മുടെ കണ്ണിൽ വലിയ കോടീശ്വരന്മാരാണ്, വലിയ സൗകര്യങ്ങൾ ഉള്ളവരാണ് എന്ന് ധരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അല്ലാഹു ആ നൽകിയിരിക്കുന്നത് ഒരു വലിയ പരീക്ഷണമായിരിക്കും. അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ. നമുക്ക് തരാത്തത് അൽഹംദുലില്ലാഹ്, നമ്മളൊരു പക്ഷേ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയേക്കാം. എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ രൂപത്തിൽ മുത്തഖിയായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.